പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും വെസ്റ്റ് ഫോർട്ടിലെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് പൊങ്കാലയിടുന്നത്. അപ്പോൾ അമ്മയും അമ്മൂമ്മയും അവിടുത്തെ അമ്മായിയും ഒക്കെ എല്ലാവരും ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാനും അനിയനൊക്കെ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 9:45 നമ്മുടെ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്ന സമയം. അതിന് മുമ്പ് എല്ലാവരും ചൂട്ടും കൊതുമ്പൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ, തീ പകരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുത്ത കാഴ്ചകളാണ്. ഇതാണ് അമ്മമ്മ, ഇതെൻ്റെ അമ്മ. തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇടാൻ പറ്റുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്, ഞാനും അമ്മയൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റണേന്ന് കരുതി. ആറ്റുകാല് പണ്ടാര അടുപ്പിൽ തീ പകർന്നപ്പോൾ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് തീ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കാത്തിരുന്ന സമയം എത്തി. അങ്ങനെ തീ അടുപ്പിന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ അടുത്ത അരി ഇടാനുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അരിയൊക്കെ ഇട്ട് അതിങ്ങനെ തിളച്ച് തൂകി മറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യം എന്താണോ അത് അമ്മ നടത്തി തരും എന്നാണ് വിശ്വാസം. അപ്പോൾ 3 പ്രാവശ്യം അരി തിളച്ച് തൂകി പാകമാകുമ്പോഴത്തേക്കും അതിലേക്ക് ശർക്കരയും പിന്നെ അത് ശർക്കര ഉരുകി പാകമാകുമ്പോഴത്തേക്കും അടുത്ത് ഞങ്ങൾ തേങ്ങയും പഴമൊക്കെ ഇട്ട് സെറ്റാക്കും. അമ്മ ശർക്കര പായസം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരിപ്പായസം വെക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ ഇതിൻ്റെ പുറകെ നിൽക്കുന്ന സമയത്ത് ഞാനും അനിയനും പിന്നെ അവിടുത്തെ കുഞ്ഞു പിള്ളേരും എല്ലാവരും കൂടെ ആ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കും കേട്ടോ. എല്ലാവരും പൊങ്കാലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമുക്ക് പല കമ്മിറ്റിയിൽ നിന്നൊക്കെ പല അംഗങ്ങളൊക്കെ നമുക്ക് മോരും പിന്നെ ഐസ്ക്രീമും അങ്ങനെ കഴിക്കാനും കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഞാനും കുഞ്ഞു പിള്ളേരെല്ലാവരും കൂടെ അത് വാങ്ങിച്ചു വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും, തിരിച്ചെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. ഈ പൊങ്കാല ദിവസം എന്ന് പറയുന്നത് പ്രത്യേക ഒരു വൈബാണ്. അടുത്ത വർഷത്തേക്കും വേണ്ടി കാത്തിരിക്കാൻ അത്രത്തോളം നമുക്ക് മെമ്മറീസ് ഉണ്ടാക്കി തരും ഈ ഒരു ദിവസം. അങ്ങനെ അമ്മ ശർക്കര പായസം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വെള്ളപ്പായസത്തിലേക്ക് കടക്കുവാണ്. അങ്ങനെ ശർക്കര പായസവും വെള്ളപ്പായസവും തെരളിയും മണ്ടപ്പുറ്റും പിന്നെ പൊങ്കലും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ചിറ്റയും അമ്മായിയും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ആ വീട്ടിൽ. അവിടെ കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പം മൊത്തത്തിലൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ.